ഈറ്റുനോവിൻ്റെ കാലമായ ഈ നിർണായകമായ യുദ്ധത്തിൻ്റെ ഈ നാളുകളെ സഭയിലെ വലിയൊരു മിസ്റ്റിക്കാണ് ആൻ കാതറിൻ എമറിച്ച്. വലിയൊരു മിസ്റ്റിക്. ആൻ കാതറിൻ എമറിച്ചിനുണ്ടായ കൃത്യമായ ദർശനങ്ങൾ, കർത്താവും പരിശുദ്ധ അമ്മയും നൽകിയ ദർശനങ്ങൾ, ഈ വെളിപാടിൻ്റെ കാലഘട്ടത്തെ ആൻ കാതറിൻ എമറിച്ച് ആത്മാവിൽ കണ്ടുകൊണ്ട് സഭയോട് അവൾ പറയുകയാണ്, എനിക്ക് ചുറ്റും ഭീകരവും രക്തരൂഷിതവുമായ പോരാട്ടങ്ങൾ ഞാൻ ദർശിച്ചു. ലൂസിഫറിന് കുറെ കാലത്തേക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടതായി ഞാൻ കേട്ടു. ഭൂമി മുഴുവനും അന്ധകാരത്താൽ ആവൃതമായിരിക്കുന്നു. വരണ്ടതും ഫലശൂന്യവുമായ മണ്ണ്, അരുവികളിലെയും നദികളിലെയും ജലം വറ്റിപ്പോകുന്നു. മനുഷ്യർക്കിടയിൽ ഒരുമിച്ച് ശ്രദ്ധാപൂർവം വായിച്ച്, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പെരുകുന്നത് ഞാൻ കണ്ടു. രാജ്യങ്ങളും ജനതകളും കഠിനമായ ദുരിതങ്ങളിലും പരസ്പരമുള്ള കഠിന പോരാട്ടങ്ങളിലും തളർന്നു പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ആക്ഷരികമായി ലിറ്ററലി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ പ്രവചനാത്മാവിൽ ആൻ കാതറിനെ എമറിച്ച് കാണുകയാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ കാലഘട്ടം, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ, പരിശുദ്ധ വചനം പറയുന്നു, അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരാകരുത്. അവൻ്റെ ചതികളെക്കുറിച്ച്, അവനൊരുക്കുന്ന കെണികളെക്കുറിച്ച്, അവൻ്റെ വഞ്ചനകളെക്കുറിച്ച് നമ്മൾ അജ്ഞരാകരുത്. സഹോദരങ്ങളെ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. രണ്ടാമത് പറയാണ്, ഇത് മനസ്സിലാക്കി അരിശം കൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ, അനേകരുടെ സമർപ്പണത്തെ കെടുത്തിക്കളയാൻ, പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും പരിശുദ്ധ കുദാശകളിലും കൗദാശക ജീവിതത്തിലും ആത്മീയ മന്ദതയുള്ളവരാക്കി കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ അത്തരത്തിലുള്ള ഒരു ദുസ്ഥിതിയിലേക്ക് നയിക്കാൻ ഇന്ന് പിശാച് തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്നൊരു സമയം. നമ്മളതാണ് ഇന്ന് അനേക ആത്മീയ മന്ദതയിലാകുന്നു. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം ധ്യാനിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധ കുദാശകളിൽ പങ്കെടുത്ത് അതിൻ്റെ കൃപയോടെ യോഗ്യതയോടെ കുദാശകൾ സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, അനുഭവിക്കാൻ പറ്റുന്നില്ല. അനേകം ആത്മാക്കൾ ആത്മീയ അനാസ്ഥയിലും മന്ദതയിലുമാണ്. ഇത് അവിചാരിതങ്ങളല്ല പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമതായി നമ്മളവിടെ എന്താ കാണുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണമേ, എന്താ കാണുന്നത്? വെളിപാട് പുസ്തകം 12:17 വരണം. വെളിപാട് പുസ്തകം 12:17 വരുമ്പോൾ, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ആരാണ് ഈ സർപ്പം? വെളിപാട് പുസ്തകം 12:7 കാണുന്നുണ്ട് വ്യക്തമായി. വെളിപാട് അനന്തര സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. 9-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. ആരാണ് ഈ സർപ്പം? സാത്താനാണ് ഈ സർപ്പം, പുരാതന സർപ്പം. ആ പഴയ പാമ്പ് നമ്മുടെ ഹവമെച്ചിയെ ചതിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിപ്പിച്ച ആ പഴയ പാമ്പ്, അതാണ് ഈ പുരാതന സർപ്പം. അത് പിശാചാണ്. ആരാണ് ഈ സ്ത്രീ? വെളിപാട് പുസ്തകം 12:1 കാണുന്നുണ്ട്. ഈ സ്ത്രീ ആരാണ്? നമുക്കറിയാം. ഈ സ്ത്രീ ആരാണ്? സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. വീണ്ടും വെളിപാട് 12:3 വന്നേ, അവിടെ പറയാണ്, സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. 10 കൊമ്പ് എന്താ സഹോദരങ്ങളെ? പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രീമേസൺസും ഇലുമിനാറ്റികളും പല പൈശാചിക പ്രസ്ഥാനങ്ങളും ഇന്ന് ഒരുമിച്ച് കൂടി കർത്താവ് നൽകിയ 10 പ്രമാണങ്ങളെ ഇല്ലാതാക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ 7 കൃപാദാനങ്ങളെ അതിന് വിരുദ്ധമായി കൗണ്ടറായി പിശാച് രൂപപ്പെടുത്തിയിരിക്കുന്ന അവൻ്റേതായ ചില ഇസങ്ങളുണ്ട്. അതാണ് അവിടെ കാണിക്കുന്നത്. അഗ്നിമയനായ സർപ്പം, അതാര? പിശാചാണ്.
സഹോദരങ്ങളെ, അവസാന നാളുകളിൽ, വെളിപാടിൻ്റെ നാളുകളിൽ ഇതുപോലെയുള്ള സംഗതികൾ സംഭവിക്കുമെന്ന് എത്രയും കൃത്യമായി തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് ഈ പ്രവചനങ്ങളെല്ലാം തൻ്റെ അപ്പോസ്തലന്മാരോട് തന്നിരിക്കുകയാണ്. തൻ്റെ അമ്മയിലൂടെ ഇന്നും ഈ പ്രവചനങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ സത്യപ്രബോധനങ്ങളിലൂടെ ഇത് വിവേചിക്കുന്നവരായി നമ്മൾ മാറണം. വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളിലൂടെ, സഭയിലെ മാർപ്പാപ്പന്മാരുടെ പ്രസ്താവനകളിലൂടെ എല്ലാം നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലത്തിൻ്റെ സമയം വേണ്ടതുപോലെ നമ്മൾ തിരിച്ചറിയണം. അഗ്നിമയനായ സർപ്പം അവൻ എന്താ ചെയ്യുന്നത്? സ്ത്രീയുടെ നേരെ കോപിച്ചു. 12:17 പറയുന്നു, ദൈവകൽപ്പനകൾക്കെതിരെ എല്ലാവരും പറഞ്ഞേ, ദൈവകൽപ്പനകൾക്കെതിരെ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ദൈവകൽപ്പനകൾക്കെതിരെ. നിങ്ങൾ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഇന്ന് ദൈവകൽപ്പനകൾക്കെതിരെയും ഈ കൽപ്പനകൾ കാക്കുന്നവരെയും നശിപ്പിക്കുവാനാണ് പിശാച് ഘോര യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിർണായകമായ യുദ്ധത്തിന്റെ സമയത്ത് പിശാചിന്ന് ഫോക്കസ് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാ? ദൈവകൽപ്പനകൾ കാക്കുന്നവരെ നശിപ്പിക്കുവാൻ. അതാരാ? കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കള്. അവർ പോലും വഴിതെറ്റിപ്പോകുന്നൊരു കാലം, കൃപയിൽ വീണുപോകുന്ന കാലം, അശുദ്ധിയിലും അവിശ്വസ്തയിലും വ്യാപരിക്കുന്നൊരു സമയം. അതിന്റെ കാരണം എന്താ? അവരോടാണ് ഈ യുദ്ധം പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവകൽപ്പനകൾ ഇല്ലാതാക്കാൻ. ഇന്ന് ലോകരാജ്യങ്ങൾ, നമ്മളത് 2-ാം ദിനത്തിൽ കണ്ടു, മത്സരിച്ചുകൊണ്ട് പാപകരമായ നിയമങ്ങൾ ഇന്ന് അനേക രാജ്യങ്ങളിൽ പാസാക്കിക്കൊണ്ടിരിക്കുക, പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുക. എത്രയോ പാപകരമായ, മ്ലേച്ഛമായ, കർത്താവിൻ്റെ സുവിശേഷ സത്യങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങൾ മത്സരിച്ചുകൊണ്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. ഇത് അവിചാരിതങ്ങളല്ല സഹോദരങ്ങളെ. ദൈവകൽപ്പനകൾക്കെതിരെ പിശാച് തുറന്ന യുദ്ധം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, പരിശുദ്ധ അമ്മയാണ് ഈ യുദ്ധം നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും പരിശുദ്ധ വചനവും അതുപോലെ തന്നെ വിശുദ്ധരുടെ മാധ്യസ്ഥവും സ്വർഗത്തിന്റെ സഹായവും നമുക്കുണ്ട് സഹോദരൻ. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്കുണ്ട്. അതനുഭവിച്ച് സ്വന്തമാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ അത്തരത്തിലുള്ള ആത്മാക്കളെ തൊടുവാൻ പിശാചിന് സാധിക്കുകയില്ല.